ഈ വർഷത്തെ മികച്ച കുടുംബ ചിത്രങ്ങളിൽ ഒന്നാണ് ഫാലിമി. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഞാൻ ഈ സിനിമ OTT-യിലാണ് കണ്ടത്. റിലീസായ സമയത്ത് എനിക്ക് ഈ പടം തിയേറ്ററിൽ കാണാൻ തോന്നിയില്ല. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത് ജഗദീഷ്, ബേസിൽ ജോസഫ്, മഞ്ജു പിള്ള തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഫാലിമി എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 2 മണിക്കൂർ ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ചിത്രമാണ് ഫാലിമി. കുറെ ചിരിപ്പിക്കുകയും ഇടയ്ക്ക് ഇത്തിരി ഇമോഷണലി ടച്ച് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിനിമയാണിത്. ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലകുത്തി മറിഞ്ഞിരിക്കാനൊന്നുമില്ല, എങ്കിലും നല്ലൊരു പോസിറ്റീവ് വൈബ് പടം മുഴുവൻ കണ്ടു തീർക്കും വരെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ക്ലൈമാക്സ് രംഗങ്ങൾ വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് കാശിയിലെത്തിയ ശേഷം ജനാർദ്ദൻ എന്ന മറ്റൊരു വൃദ്ധനെ കാണുന്ന ആ ഒരു കഥയും, അതുപോലെ തന്നെ മുത്തച്ഛനും അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരനും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ഭയങ്കര ടച്ചിങ് ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. പ്രകടനം നോക്കുകയാണെങ്കിൽ എല്ലാവരും കിടുവായിട്ടുണ്ടായിരുന്നു. എങ്കിലും എടുത്തു പറയേണ്ട പേര് അപ്പൂപ്പനായിട്ട് അഭിനയിച്ച മീനരാജ് പള്ളൂരുത്തി എന്ന നടന്റേതാണ്. പുള്ളി കിടിലനായിട്ടുണ്ടായിരുന്നു. വളരെ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയം. അതുപോലെ ബേസിലിന്റെ അനിയനായിട്ട് വന്ന പയ്യൻ സന്ദീപ് പ്രദീപും സൂപ്പറായിരുന്നു. ജഗദീഷും മഞ്ജു പിള്ളയും ആസ് യൂഷ്വൽ തങ്ങളുടെ കഥാപാത്രം ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെ ആക്കിയിട്ടുണ്ട്. ട്രെയിനിൽ നിന്നും മഞ്ജു പിള്ള ജഗദീഷിന്റെ കയ്യിലേക്ക് വീഴുന്ന സീനൊക്കെ ഭയങ്കര രസമായിരുന്നു. പ്രകടനം നല്ലതാണെങ്കിലും ബേസിൽ മാത്രം ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എല്ലാ സിനിമകളിലും ഒരേപോലെയുണ്ട് ബേസിലിന്റെ കഥാപാത്രങ്ങളും പ്രകടനവും മാനറിസവും ഒക്കെ. എങ്കിലും 90കളിലെ ഒരു ജഗദീഷ് വൈബ് സൃഷ്ടിക്കാൻ ബേസിലിന് സാധിക്കുന്നുണ്ട്. സിനിമയിലെ പാട്ടുകള്, സിനിമാറ്റോഗ്രഫി എല്ലാം നൈസ് ആയിരുന്നു. നോർത്ത് ഇന്ത്യയിലുള്ള കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. പ്രത്യേകിച്ച് വാനിലുള്ള യാത്രയും അനുബന്ധ സംഭവങ്ങളും ഒക്കെ ഭയങ്കര രസകരമായിരുന്നു. മൊത്തത്തില് കുടുംബത്തോടൊപ്പം എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു കൊച്ചു പടമാണിത്. നിങ്ങൾക്ക് ഈ പടം Disney+ ഹോട്ട്സ്റ്റാറിൽ കാണാൻ സാധിക്കും. മിസ് ചെയ്യരുത്. ഞാനിത് മസ്റ്റ് വാച്ച് എന്ന കാറ്റഗറിയിൽ തന്നെയാണ് പെടുത്തുന്നത്. ഇനി ഇത് തിയേറ്ററിൽ മിസ് ചെയ്ത കാര്യം പറയുകയാണെങ്കിൽ 2023 ഏറ്റവും അധികം സിനിമകൾ റിലീസായത് എനിക്ക് തോന്നുന്നു ഫീൽ ഗുഡ് മൂവീസ് എന്ന പേരിലായിരുന്നു എന്ന് തോന്നുന്നു. അതിൽ 100 ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 98% ക്രിഞ്ചുകളും ഒന്നിനും കൊള്ളാത്തവയുമായിരുന്നു. എല്ലാ ആഴ്ചയിലും വയറിളകിയതുപോലെ ഫീൽ ഗുഡ് സിനിമകളുടെ ഒരു പ്രളയം തന്നെ 2023 മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ചെണ്ണമൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആ കണ്ട് വെറുത്തതിന്റെ ആ ഒരു ഫീൽ കൊണ്ടാണ് ഫീൽ ഗുഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു പടം വരുമ്പോൾ നല്ല പടമാണെങ്കിൽ കൂടിയും തിയേറ്ററിൽ പോയി കാണാൻ തോന്നാതെ വരുന്നതും.